Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna. Hare Krishna Mataji. Hare Krishna. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാതാജി? ഹരേ ഉണ്ട് മാതാജി, ഉണ്ട്, കേൾക്കുന്നുണ്ട്. Hare Krishna Mataji. കേൾക്കുന്നുണ്ട്. ഹരേ ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മേലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ ഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച. हे कृष्णा करुणा सिंधु दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांदा नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिन्निधि नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ ബാംഗ്ലൂരിന്റെ ലെവൽ 3 നമ്മളിപ്പോ ഈശോപനിഷത്തില് 4ാമത്തെ മന്ത്രമാണ് ഇന്ന് കാണുന്നത്. ഈശോപനിഷത്തില് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഒരു ക്ലാസ് കണ്ടു, അതിനുശേഷം ധ്യാനം, പിന്നെ മന്ത്ര 1, 2, 3. ഇതില് ആ ധ്യാനം ചൊല്ലാമോ? ഹരേ കൃഷ്ണ. ആരാണ് ചൊല്ലുക? ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. हरे कृष्णा. वत्सला माताजी. हरे कृष्णा. पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. हरे कृष्णा. हरे कृष्णा. हरि बोल. हरे कृष्णा. रामचंद्र प्रभु. हरे कृष्णा. हरे कृष्ण माताजी. हरे कृष्णा. ओम पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. हरे कृष्णा. हरे कृष्णा. हरे कृष्णा. हरि बोल. ഇനി നമുക്ക് ആദ്യത്തെ മന്ത്രം ബിന്ദു മാതാജി ആദ്യത്തെ മന്ത്രം ചൊല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മന്ത്രമൊന്ന്. ഈശാവാസ്യമിദം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന ത്വക്തേന ഭുഞ്ജീത മാം കൃതാ കസ്വിത് ധനം. ഹരേ കൃഷ്ണ. കേട്ടില്ലേ മാതാജി? ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നന്നായി ചൊല്ലു. അനിത മാതാജി ആദ്യത്തെ മന്ത്രം ഒന്ന് ചൊല്ലു. हरे कृष्ण माताजी. ईशावासिमिदं सर्वं यत्किञ्च जगत्यां जगत् तेन त्यक्तेन भुञ्जीत मा घृतः कस्य स्विद्धनम्. हरे कृष्ण. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ 2 ശ്ലോകമാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത്, ധ്യാനവും ആദ്യത്തെ മന്ത്രവും. ഈ ആദ്യത്തെ ധ്യാനത്തിന്റെ അർത്ഥം എന്താണെന്ന് പറയാമോ? ഓം പൂർണ്ണമദ പൂർണ്ണമിദം. രാജി മാതാജി ഹരേ കൃഷ്ണ പറയാമോ മാതാജി? ധ്യാനത്തിന്റെ എല്ലാം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദ. ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടുള്ളതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതെ, കറക്റ്റ് ആണ് മാതാജി. വിശാലാക്ഷി മാതാജി ഹരേ കൃഷ്ണ. ദീപ നായർ മാതാജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി.
ഒന്നാമത്തെ മന്ത്രത്തിന്റെ അർത്ഥമല്ലേ? ധ്യാനത്തിന്റെ അർത്ഥം പറഞ്ഞു. ഹരേ കൃഷ്ണ. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂർണ്ണമാണ്. ഈ നമ്മുടെ ഈ ലോകം പ്രപഞ്ചവും പൂർണ്ണമാണ്. പൂർണ്ണതയിൽ നിന്ന് ഉണ്ടാകുന്ന എന്തും പൂർണ്ണങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണമായതിനാൽ പൂർണ്ണങ്ങൾ എത്ര ഉത്ഭവിച്ചാലും അവിടുന്ന് ഭഗവാൻ പൂർണ്ണനായി തന്നെ അവശേഷിക്കുന്നു. അവസാനം പൂർണ്ണമായിരിക്കുമല്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ പൂർണ്ണമത പൂർണ്ണമിതം എല്ലാം ഭഗവാൻ പൂർണ്ണനാണ്. ഭഗവാനിൽ നിന്നുണ്ടായതെല്ലാം പൂർണ്ണം തന്നെയാണ്. പൂർണ്ണമായിട്ടുള്ളതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ളത് ഉണ്ടാകുന്നു. അപ്പൊ പൂർണ്ണമായി തന്നെ നിൽക്കുന്നു. ഭഗവാനിൽ നിന്ന് പലതും ഉണ്ടായത് കൊണ്ട് ഭഗവാൻ പൂർണ്ണമല്ലാതെ ആകുന്നില്ല. അപ്പൊ അതാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇനി മന്ത്രം 1 അർത്ഥം പറയാമോ? വിശാലാക്ഷി മാതാജി. ഹരേ കൃഷ്ണ. വിശാലാക്ഷി മാതാജി, വത്സല മാതാജി, കൃഷ്ണ ശ്രീകുമാർ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാജി. പറയട്ടെ. ഈ പ്രപഞ്ചം ഭഗവാന്റെ സൃഷ്ടിയാണ്. വന്നിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും വന്നിട്ട് നമുക്കുള്ളത് മാത്രമേ, നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ. മറ്റുള്ളവരുടെ ഒന്നിനും വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വിശാലാക്ഷി മാതാജി, കൃഷ്ണ ശ്രീകുമാർ മാതാജി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഒന്നാമത്തെ മന്ത്രം നമ്മൾ കണ്ടെന്തായിരുന്നു? മന്ത്രം 1 ഹരേ കൃഷ്ണ. ഈശാവാസ്യം ഇതം സർവം. ഈശാവാസ്യം എല്ലാം ഭഗവാന്റെയാണ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും നിയന്ത്രാവ്. ഭഗവാനാണ് എല്ലാത്തിന്റെയും ഭോക്താവ്. അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ ജീവിക്കാൻ. നമുക്ക് ഓരോ കോട്ടയുണ്ട്, അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും എടുക്കാതിരിക്കുക. ഇതാണ് ആദ്യത്തെ മന്ത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ 2ഉം 3ലും എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഈ ഈശാവാസ്യം മനസ്സിലാക്കി ജീവിക്കുന്ന ആൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക. ഇനി മൂന്നാമത്തെ മന്ത്രത്തിൽ കാണുന്നത് ഈശാവാസ്യം മനസ്സിലായിട്ടും ആ ഈശാവാസ്യം എന്താണെന്ന് മനസ്സിലായിട്ടും അല്ലെങ്കിൽ അത് അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മൂന്നാമത്തെ മന്ത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇന്ന് നമ്മൾ 4ാമത്തെ മന്ത്രത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതുവരെയുള്ള മന്ത്രം 1, 2, 3 എല്ലാം ക്ലിയർ അല്ലേ? ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹരേ കൃഷ്ണ. മന്ത്രം 1, 2, 3 നമ്മൾ ഓരോ ദിവസം ഓരോ മന്ത്രമായിട്ടാണ് പോകുന്നത്. അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആദ്യത്തെ 3 മന്ത്രത്തില്? ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. അപ്പൊ നമുക്ക് 4ാമത്തെ മന്ത്രം എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് മന്ത്രം 1, 2 ധ്യാനം മന്ത്രം 1, 2, 3 ഇത് ഇത്രയും ഒരു സെക്ഷൻ ആണ്. അത് ഈശാവാസ്യത്തെ കുറിച്ചും ഈശാവാസ്യം ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്ക് ഗുണങ്ങളും ഈശാവാസ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷങ്ങളുമാണ് കണ്ടത്. ഇനി മന്ത്രം 4, 5, 6, 7, 8 ഇത് വേറൊരു സെക്ഷൻ ആണ്. 4, 5, 6, 7, 8 ഇവിടെ നമ്മള് ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഭഗവാൻ നമുക്ക് അചിന്ത്യനീയമാണ്. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഭഗവാൻ. നമുക്ക് മനസ്സിലാക്കുന്നതിനപ്പുറമാണ് ഭഗവാൻ എന്ന് നമുക്ക് 4ാമത്തെ മന്ത്രത്തിൽ നിന്ന് വ്യക്തമാക്കി തരികയാണ്. അതുപോലെ 5ാമത്തെ 5ഉം 6ലും പറയുന്നത് ഭൗതികമായിട്ട് നമ്മൾ എങ്ങനെ ആധ്യാത്മികതയിലേക്ക് കണക്ട് ചെയ്യും, എങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും, ഇതെല്ലാമാണ് ഇനി വരുന്ന മന്ത്രങ്ങളിൽ നമ്മൾ കാണുന്നത്. പിന്നീട് 9 തൊട്ട് 11 വരെയുള്ള ഒരു സെക്ഷനാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ ജ്ഞാനത്തിൽ കൂടി മനസ്സിലാക്കുന്നതാണ്. പിന്നെ 12 തൊട്ട് 14 വരെയുള്ളത് എന്താണ് ശരി തെറ്റ് എന്നുള്ളത് ഉപാസനയിൽ കൂടെ മനസ്സിലാക്കുന്നതും 15 തൊട്ട് 18 വരെയുള്ളത് ഈശ്വരനോടുള്ള ആ ഒരു നമ്മളെ നാമം, ആ പ്രാർത്ഥനയാണ്.
ഭഗവാൻ ഭഗവാനെ കാണിച്ചു തരാനായിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് 15 തൊട്ട് 18 വരെയുള്ള മന്ത്രം. നമ്മൾ ഇന്ന് 4ാമത്തെ മന്ത്രം, അതായത് 2ാമത്തെ സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ധ്യാനം, മന്ത്രം 1, 2, 3. അത് ആദ്യത്തെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇപ്പൊ 2ാമത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. അതാണ് മന്ത്രം 4, 5, 6, 7, 8. അപ്പൊ 4ാമത്തെ മന്ത്രം എന്താണെന്നാണ് നമ്മളിപ്പോ നോക്കുന്നത്. ആദ്യം തന്നെ ശ്രീ രാധാഗോവിന്ദന്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈശോപനിഷത്ത് ക്ലാസ്സിലേക്ക് പോവാം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. 1 തൊട്ട് 3 വരെ ഉള്ളത് ഭഗവാന്റെ വ്യക്തിത്വവും നിയമങ്ങളും പറയുന്നു. ഭഗവാന്റെ വ്യക്തിത്വം പൂർണ്ണമായും അവന്റെ ഊർജ്ജസ്വലതയുടേതാണെന്നും വിശദീകരിക്കുന്നു. ശ്രീല പ്രഭുപാദ അഭിപ്രായപ്പെടുന്നു, എല്ലാ തരത്തിലുള്ള അപൂർണതകളും പൂർണ്ണമായ സമ്പൂർണമായ അറിവ് മൂലമാണ്. കൃഷ്ണനുമായുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവജാലങ്ങൾ എങ്ങനെ അവരുടെ പൂർണ്ണതയെക്കുറിച്ച് വീണ്ടെടുക്കാനാകുമെന്ന് മന്ത്രം 1 വിവരിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഈശാവാസ്യ ബോധം എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ 1ാമത്തെ മന്ത്രത്തിൽ കണ്ടതാണ്, ഭഗവാനുമായിട്ട് നമ്മളുടെ ബന്ധം. അങ്ങനെ ആ ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, പൂർണ്ണതയെക്കുറിച്ച് വീണ്ടെടുക്കാനായിട്ട് എങ്ങനെയാണ് എന്ന് മന്ത്രം 1 നമുക്ക് വ്യക്തമാക്കി തരുന്നു. മന്ത്രം 2 എന്താണ് പറഞ്ഞു തരുന്നത്? ഈശാവാസ്യ സങ്കല്പത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് എന്തൊക്കെ പ്രയോജനമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വിശദീകരിക്കുകയാണ്. കർമ്മ പ്രതികരണത്തിൽ നിന്ന് മുക്തനാകുകയും വിമോചിത വേദിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിനുള്ള ഏക മാർഗം. അപ്പൊ നമ്മൾ ഈശാവാസ്യ സങ്കല്പത്തിൽ തന്നെ എല്ലാം ഭഗവാന്റെയാന്ന് മനസ്സിലാക്കി നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ആ ഒരു രീതിയിൽ ജീവിച്ചാൽ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഭഗവാന് അർപ്പിച്ച് ജീവിതം സമർപ്പിച്ച് ജീവിക്കുകയാണെങ്കിൽ കർമ്മത്തിൽ നിന്ന് മുക്തനാകാമെന്ന് 2ാമത്തെ മന്ത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള മാർഗം. ഇനി 3ാമത്തെ മന്ത്രത്തിലോ, ഇത് പരാജയപ്പെടുമ്പോൾ, അതായത് ഈശാവാസ്യം അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വരുന്ന വിധി എന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി വേണം. അപ്പോൾ അത് അനുസരിച്ച് ജീവിച്ചാലുള്ള ഗുണങ്ങളും അതനുസരിച്ച് ജീവിച്ചില്ല എങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് നമ്മൾ അനുഭവിക്കേണ്ടതെന്നും മന്ത്രം 2, 3 നമുക്ക് പറഞ്ഞു തന്നു. ഇനി 4 തൊട്ട് 8 ഉള്ളതാണ്. അത് മഹാഭാഗവത ദർശനം. ഭഗവാനെ എങ്ങനെ നമുക്ക് ദർശിക്കാൻ സാധിക്കും? നമ്മൾ എല്ലാരും പറയും, ശരിക്കും ഭഗവാൻ ഉണ്ടോ? എല്ലാരും സംശയിക്കാറുണ്ട്. നമുക്ക് കാണുന്നില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ അതൊരു വിഗ്രഹമല്ലേ? എല്ലാം ഒരു വിഗ്രഹ രൂപത്തിലേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് ഭഗവാനെ ദർശിക്കാൻ കഴിയും എന്നുള്ളത് വിശദമായിട്ട് 4 തൊട്ട് 8 വരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞുതരും. ചില ആളുകൾക്ക് ഭഗവാന്റെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മന്ത്രം 4 വിശദീകരിക്കുന്നു. ഭഗവാൻ ഭൗതിക കണക്കുകൂട്ടലുകൾക്ക് അതീതനാണ്. അങ്ങനെ അവൻ സ്വയം വെളിപ്പെടുമ്പോൾ മാത്രമാണ് അറിയപ്പെടുന്നത്. ഇപ്പോ പൂന്താനം ഭഗവാനെ ദർശിച്ചു, ശ്രീല പ്രഭുപാദ് ഭഗവാനെ ദർശിച്ചിരുന്നു, കുറൂരമ്മയുടെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞ എന്താ പറയാ? ഇന്നത്തെ കാലത്തുള്ളവരെടുത്ത് ഈ പൂന്താനത്തിന്റെയും കുറൂരമ്മയുടെയും കാര്യം പറയുമ്പോ എന്താണ് ആൾക്കാർ പറയാ? ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അതൊക്കെ കഥയാണെന്ന് ആരും വിശ്വസിക്കത്തില്ല. ആരും വിശ്വസിക്കത്തില്ല. എല്ലാരും ഇത് കെട്ടുകഥയാണ്, ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയ കഥയാണ് എന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അവര് കണ്ടിട്ടില്ല, അവർക്ക് അത് അനുഭവിച്ചിട്ടില്ല. ഭഗവാൻ അടുത്ത് വന്നതൊന്നും അവരെന്നല്ല നമ്മളും അനുഭവിക്കുന്നില്ല. ഭഗവാൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്തത്? അത് എന്തുകൊണ്ടാണെന്ന് ഈ 4ാമത്തെ മന്ത്രത്തിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭൗതികതയ്ക്ക് അതീതമാണ്. ഇൻഫിനിറ്റിയാണ് ഭഗവാൻ. ആ അനന്തമായ ഭഗവാനെ ഈ അണുവായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക? ഭഗവാൻ വിചാരിക്കുകയാണ്, ഓക്കെ, എനിക്ക് ഈ വ്യക്തിയുടെ ഭക്തിയിൽ ഞാൻ പ്രസീതനായി, അയാളെ എനിക്ക് വെളിപ്പെടുത്തണം എന്ന് ഭഗവാൻ സ്വയം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. സ്വയം വെളിപ്പെടുമ്പോൾ മാത്രമാണ് അറിയപ്പെടുന്നത്.
മന്ത്രം 5 ഈ ചർച്ച തന്നെ തുടരുകയാണ്. ഭഗവാന് അദൃശ്യമായ കഴിവുകളുണ്ട്, അത് അവൻ ഇഷ്ടപ്പെടാത്തവർക്ക് അജ്ഞാതനാകുന്നു. മഹാഭാഗവതനായ കൃഷ്ണനെ എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരാളുടെ ദർശനം മന്ത്രം 6 വിവരിക്കുന്നു. മന്ത്രം 6 അവതരിപ്പിച്ച മഹാഭാരതത്തിന്റെ ബോധം മന്ത്രം 7 വിവരിക്കുന്നത് തുടരുന്നു. അപ്പൊ ഇത് 5, 6, 7 ഒക്കെ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. 6, 7 വിവരിച്ചിരിക്കുന്നത് പോലെ മഹാഭാരതത്തിൽ അറിയപ്പെടുന്നതിനാൽ ഭഗവാന്റെ ചില ഗുണങ്ങൾ മന്ത്രം 8 വിവരിക്കുന്നു. അപ്പൊ 4 തൊട്ട് 8 വരെ ഉള്ളത് മഹാഭാഗവത ദർശനം, ഭഗവാനെ ദർശിക്കുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈശോപനിഷത്തിലെ 4ാമത്തെ മന്ത്രം. അനേജതേകം മനസോ ജാവിയോ നൈന ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാ ദധാതി. അനേജതേകം മനസോ ജാവിയോ നൈന ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാ ദധാതി. അനേജതേകം മനസോ ജാവിയോ നൈന ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാ ദധാതി. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് ഒന്ന് ചൊല്ലി നോക്കാം. അത് ഈ ഒരു മീറ്ററിൽ ചൊല്ലണമെന്നില്ല, നമ്മളെ ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടിയാണ്. ഈശോപനിഷത്ത് വേറെ, ഇത് ഈശോപനിഷത്തിലെ ശ്ലോകമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മീറ്ററിൽ ഞാൻ ചൊല്ലുന്നത്. നമുക്ക് ഭഗവത്ഗീത പോലെയും ചൊല്ലാവുന്നതാണ്, അതിൽ തെറ്റില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് ആരാണ് ചൊല്ലാൻ പറ്റുന്നവര് കൈ ഉയർത്തിക്കോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. വിശാലാക്ഷി മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കോ മാതാജി. അനേജത് ഏകം മനസോ ജാവിയോ നൈനത് ദേവാ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ ജ്ഞാനത്യേതി തിഷ്ഠത് തസ്മിൻ അപോ മാതരീശ്വാ ദദാതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അനേജതേകം മനസോ ജാവിയോ നൈനത് ദേവോ ആപ്നുവൻ പൂർവമർഷത് തദ്ധാവതോ ജ്ഞാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരീശ്വാ ദദാതി. ഹരേ കൃഷ്ണ. രാജി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേജതേകം മനസോ ജാവിയോ നൈനദ്ദേവാപ്നുവൻ പൂർവമർഷത് തദ്ധാവതോന്യാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരീശ്വാ ദദാതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇതുവരെ ചൊല്ലാൻ പറ്റാത്ത, ഇന്നത്തെ ദിവസം പറ്റാത്തവരുണ്ടോ? വിജയകുമാരി അമ്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അനേജതേകം മനസോ ജാവിയോ നൈന ദേവാപ്നുവൻ പൂർവമർഷത് തഥാവതോ ജ്ഞാനത്യേതി തിഷ്ഠത് തസ്മിന്നപോ മാതരിശ്വാ ദദാതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ കുറെ പേരുണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും അവസരം തരാം. നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ശ്ലോകത്തില് പറയുന്നതെന്ന് നോക്കാം. സ്വധാമസ്ഥനെങ്കിലും പരമപുരുഷൻ മനസ്സിനേക്കാൾ വേഗത കൂടിയവനും മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. അപ്പൊ അതാണ് അനേജതേകം മനസ്സോ ജാവിയോ. സ്വധാമസ്ഥനാണ് എന്നുണ്ടെങ്കിലും ഭഗവാൻ മനസ്സോ ജാവിയോ, മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്, മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനുമാണ്. ശക്തിമാന്മാരായ ദേവന്മാർക്കും അദ്ദേഹം അപ്രാപ്യൻ തന്നെ. നൈനത് ദേവാ ആപ്നുവൻ പൂർവമർഷത്. ഒരിടത്ത് സ്ഥിതനെങ്കിലും കാറ്റിനെയും മഴയുടെയും മറ്റും ആദി ദേവതകളെ നിയന്ത്രിക്കുന്നു. മഹത്വത്തിൽ അവിടുന്ന് സകലതിനെയും അതിശയിപ്പിക്കുന്നു. അപ്പൊ സ്വധാമസ്ഥനെങ്കിലും ഭഗവാന്റെ സ്വധാമം, ധാമം എവിടെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ എവിടെയാണ് വസിക്കുന്നത്? ഭഗവാന്റെ സ്വന്തം ധാമം
ഗോലോക വൃന്ദാവനം. ആ, ഗോലോക വൃന്ദാവനത്തിലാണ് അല്ലെ. അപ്പം ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നതെങ്കിലും അവിടെ ആണ് എങ്കിലും ഭഗവാൻ എങ്ങനെയാണ് വേഗത? മനസ്സിനേക്കാൾ വേഗത കൂടിയവനാണ്. നമുക്കറിയാം നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുവാണെങ്കിലും നമ്മളിപ്പോ വിചാരിക്കുകയാണ് അമേരിക്കയിൽ പോകുന്നു. അപ്പൊ നമ്മളെ മനസ്സ് നേരെ അമേരിക്കയിലോട്ട് പോകും. അവിടുത്തെ വലിയ ബിൽഡിങ്ങും അവിടുത്തെ ആൾക്കാരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ മനസ്സ് ഈ ഇവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മളെ മനസ്സങ്ങ് എത്തി. എന്നാൽ ആ മനസ്സിനേക്കാൾ വേഗതയാണ് ഭഗവാനുള്ളത്. മറ്റെല്ലാവരെയും അതിക്രമിക്കാൻ കഴിയുന്നവനാണ്. മറ്റെല്ലാവരെക്കാളും എത്ര ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ ആ വേഗത്തിൽ, ഭഗവാന്റെ വേഗതയെ അതിക്രമിക്കാൻ ആർക്കും കഴിയില്ല. ദേവന്മാർക്ക് പോലും ഭഗവാന്റെ ആ വേഗത്തിൽ എത്താൻ സാധിക്കില്ല. ശക്തിമാന്മാരായ ദേവന്മാർക്ക് പോലും അദ്ദേഹം അപ്രാപ്യമാണ്. ഒരിടത്ത് നിൽക്കുകയാണെങ്കിലും ഭഗവാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? കാറ്റിനെയും മഴയുടെയെങ്കിലും മറ്റാദി ദേവതകളെ എല്ലാം നിയന്ത്രിക്കുകയാണ്. മഹത്വത്തിൽ അവിടുന്ന് സകലതിനെയും അതിശയിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ട് കോൺട്രഡിക്ഷൻ ആണ് വരുന്നത്. ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ തന്നെ, സ്വധാമത്തിൽ നിൽക്കുവാണെങ്കിൽ തന്നെ ഭഗവാന് മനസ്സിനേക്കാൾ വേഗതയാണ്. അത്രയ്ക്കും വേഗം കൂടി. ഭഗവാന്റെ വേഗത്തിനെ അതിക്രമിക്കാൻ ആർക്കും സാധിക്കില്ല. ദേവന്മാർക്ക് പോലും സാധിക്കില്ല. കൂടാതെ രണ്ടാമത്തെ കോൺട്രഡിക്ഷൻ എന്താ പറയുന്ന? ഒരിടത്ത് നിൽക്കുവാണെങ്കിൽ പോലും അദ്ദേഹം എന്തെല്ലാം കൺട്രോൾ ചെയ്യുന്നു? കാറ്റിനെയും മഴയെയും ദേവതകളെയും എല്ലാരെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഒരിടത്ത് നിന്നെങ്കിലും അദ്ദേഹം നിയന്ത്രിക്കുന്നു. ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന എന്താണ് എന്ന് ആർക്കെങ്കിലും പറയാമോ? എന്താണ് ഇവിടെ ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ലീല എന്താണ് ഭഗവാന്റെ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ബ്രഹ്മാവ് കാണാൻ വരുന്നതല്ലേ ഭഗവാനെ? അതെ. ബ്രഹ്മാവ് ദ്വാരകയില് ഭഗവാനെ കാണാൻ ഒരു ദിവസം വരും. ബ്രഹ്മാവിന് ഒരു അഹങ്കാരത്തോടു കൂടിയായിരുന്നു ഭഗവാനെ ദർശിക്കാൻ അങ്ങോട്ട് ചെന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ അഹങ്കാരം എന്തായിരുന്നു? ഞാൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആളല്ലേ, ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ നിന്ന് എന്താണ് ചെയ്യുന്നത്? ഭൂമിയിലുള്ള ഒരു ദ്വാരകയിലല്ലേ ഭഗവാൻ നിൽക്കുന്നത് എന്ന് കരുതി ബ്രഹ്മാവ് ഒരു ചെറിയ അഹങ്കാരത്തോടു കൂടി ഭഗവാനെ കാണാൻ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോ അവിടുത്തെ ഡോർ കീപ്പർ, ആ ഗേറ്റില് ഭടൻ നിന്നിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പൊ ബ്രഹ്മാവ് ഒന്ന് അതിശയിച്ചു പോവേ, ഞാൻ ആരാണെന്നോ? ഞാൻ ബ്രഹ്മാവ്. പറഞ്ഞു, ബ്രഹ്മാവോ? എന്താ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? ഭഗവാനെ കാണാനായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ബ്രഹ്മാവാണ്, ഞാന് അങ്ങനെ അതൊന്നും എടുക്കേണ്ട വ്യക്തിയല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ ആ ഭടൻ ചെന്ന് ഭഗവാന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഭഗവാൻ ചോദിക്കും, ഏത് ബ്രഹ്മാവെന്ന് ചോദിച്ചിട്ട് വരുമോ? അങ്ങനെ ഭടൻ ചോദിക്കും, നിങ്ങൾ ഏത് ബ്രഹ്മാവാണ്? അത് കേട്ടപ്പോഴേ ബ്രഹ്മാവ് ഞെട്ടിപ്പോയി. കാരണം ബ്രഹ്മാവ് ഞാൻ ആകെ ഒരു ബ്രഹ്മാവല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഭഗവാൻ അങ്ങനെ ചോദിച്ചത്? അപ്പൊ പറയും, ഞാൻ ചതുർമുഖി ബ്രഹ്മാവാണെന്ന് പറഞ്ഞോളൂ, 4 തലയുള്ള ബ്രഹ്മാവ്. അങ്ങനെ ഭടൻ ചെന്ന് ഭഗവാന്റെ അടുത്ത് പറയുമ്പോ ചതുർമുഖി ബ്രഹ്മാവാണ്, ശരി അകത്ത് കയറാൻ പറയും. അങ്ങനെ ബ്രഹ്മാവ് ചെല്ലുന്നു, ഭഗവാനെ വണങ്ങുന്നു. അങ്ങനെ നിന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോ ബ്രഹ്മാവ് പറയും, അങ്ങയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അങ്ങ് ചോദിച്ചില്ലേ ഏത് ബ്രഹ്മാവാണ് എന്ന് അങ്ങ് ചോദിച്ചു, അതെന്താ? ഞാൻ കൂടാതെ വേറെയും ബ്രഹ്മാവുണ്ടോ? അങ്ങ് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത്? അതെ, നിങ്ങൾ കൂടാതെ അനേകം ബ്രഹ്മാവുണ്ട്. അങ്ങനെ ഭഗവാൻ എല്ലാ ബ്രഹ്മാവിനെയും വിളിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാല്ലേ എത്ര തലകളുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് ബ്രഹ്മാവ്? കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളാണ് കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഓരോ ബ്രഹ്മാവുണ്ട്. അപ്പൊ ആ ഓരോ ബ്രഹ്മാവ്, അനേകം ബ്രഹ്മാവ് ഇങ്ങനെ വരികയാണ്. ചിലര് 16 തലയുള്ളത്, 64 തലയുള്ളത് ബ്രഹ്മാവ്, 8 തലയുള്ള ബ്രഹ്മാവ്, 100 തലയുള്ള ബ്രഹ്മാവ്. അങ്ങനെ ഈ ബ്രഹ്മാവിനെ എല്ലാരെയും കണ്ടപ്പോ നമ്മുടെ ചതുർമുഖി ബ്രഹ്മാവ് അതിശയിച്ചു പോയി. അങ്ങനെ അവരെല്ലാരും വന്ന് ഭഗവാനെ വണങ്ങുകയാണ്. അപ്പം ഈ നമ്മുടെ ചതുർമുഖി ബ്രഹ്മാവിനെ കാണാം, ഇവരെ എല്ലാരെയും കാണാം. പക്ഷെ അവർക്കാർക്കും ചതുർമുഖി ബ്രഹ്മാവിനെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാരും വന്ന് ഭഗവാനെ വണങ്ങി. എന്നിട്ട് ചോദിക്കും, അങ്ങ് ഞങ്ങളെ വിളിച്ചത് എന്താണ്? എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടോ? പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിങ്ങളെ എല്ലാരെയും ഒന്ന് കാണാനാണ്, എല്ലാം നന്നായി പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു വിടുകയാണ്. അപ്പോഴാണ് ബ്രഹ്മാവിന് തന്റെ ആ ഒരു തെറ്റ്, തന്റെ അഹങ്കാരം മനസ്സിലാക്കിയത്.
ബ്രഹ്മാവ് എന്താ വിചാരിച്ചത്? ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ഞാനല്ലേ? 14 ലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളെയൊക്കെ ഞാൻ സൃഷ്ടിച്ചു. അപ്പൊ ഈ ഞാനാണ് ഏറ്റവും ശക്തിശാലിയായ ആള് എന്ന് കരുതിയപ്പോ ബ്രഹ്മാവിന് മനസ്സിലാക്കി. അപ്പൊ ഭഗവാൻ അവിടെ ദ്വാരകയിൽ ഇരിക്കുകയാണ്. ഒരിടത്ത് ഇരിക്കുകയാണെങ്കിലോ എല്ലാത്തിനെയും നിയന്ത്രിക്കുകയാണ് ഭഗവാൻ. കാറ്റിനെയും മഴയെയും മറ്റാദി ദേവതകളെ എല്ലാരെയും നിയന്ത്രിക്കുന്നതും ഭഗവാനാണ്. അതാണ് ഭഗവാൻ. നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ പ്രത്യക്ഷമായ 2 വൈരുദ്ധ്യങ്ങളാണ്. എന്തൊക്കെയാണ് വൈരുദ്ധ്യങ്ങൾ? അദ്ദേഹം ചലിക്കുന്നില്ല, സ്വധാമത്തിൽ ഇരിക്കുകയാണ്. പക്ഷേ വേഗം എങ്ങനെയാണ്? മനസ്സിനേക്കാളും മനോവേഗത്തെക്കാൾ വേഗതയുള്ളതാണ്. രണ്ടാമത്തെ വൈരുദ്ധ്യം എന്താ പറഞ്ഞിരുന്നത്? ഒരു സ്ഥലത്ത് ചലിക്കാതിരിക്കുകയാണ്. അതായത് അദ്ദേഹം ഒരിടത്ത് നിൽക്കുകയാണ് അല്ലെ? ഇവിടെ പറയുന്നത് ഒരിടത്ത് സ്ഥിതനെങ്കിലും ഒരിടത്ത് നിൽക്കുകയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്യുന്നു? വായുവിനെയും മഴയെയും നിയന്ത്രിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഈ 2 വൈരുദ്ധ്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സമ്പൂർണ്ണ സത്യം, ആത്യന്തികമായ സമ്പൂർണ്ണ വ്യക്തിയാണെന്ന് ഈ മന്ത്രം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ ഇവിടെ ഈ ഒരു മന്ത്രം എന്താണ് പറഞ്ഞു തരുന്നത്? വ്യക്തമായിട്ട് പറയുന്നു, ഈ സത്യം എന്ന് പറയുന്നത് വ്യക്തിയാണ്. ഈ വേഗത്തിൽ ചലിക്കാൻ സാധിക്കുന്നത് എല്ലാം ആർക്കാണ്? വ്യക്തികൾക്കാണ്. വെറും ഒരു പ്രകാശമാണെന്നുണ്ടെങ്കിൽ ആ പ്രകാശത്തിന് ഒരിടത്ത് ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ വേഗതയോടെ ചലിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പൊ ആ വ്യക്തിയാണ് ഈ സത്യം, ഈ ഭഗവാൻ എന്ന് ഈ മന്ത്രം വ്യക്തമാക്കി തരികയാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സവിശേഷതകളെ പിന്തുണയ്ക്കുന്ന നിരവധി വിശദാംശങ്ങൾ പരാമർശിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ ഭഗവാൻ വ്യക്തിയാണ് എന്ന് എന്താണ് ഭഗവാൻ വ്യക്തിയാണ് എന്ന് പറയാൻ കാരണം? ഒരുപാടടുത്ത് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ ഈ പടം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ പടത്തില് ഭഗവാൻ, ഇത് നമ്മള് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ സ്കന്ധത്തില് പറയുന്നതാണ്. ഭഗവാൻ ഹസ്തിനപുരത്തിൽ വരുന്നത് അത് വർണ്ണിക്കുകയാണ് വ്യാസദേവൻ ഭാഗവതത്തില്. ഭഗവാൻ ഇങ്ങനെ ഹസ്തിനപുരത്തിൽ നടന്നു വരുമ്പോ ഈ കൊട പിടിച്ചിരിക്കുന്നത് അർജുനനാണ്. അപ്പൊ അർജുനൻ ഭഗവാന് കൊട പിടിച്ചിരിക്കുന്നു. ആ കൊട എങ്ങനത്തെ കൊടയാന്ന് വരെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വ്യാസദേവൻ പറയുന്നുണ്ട്. കല്ലുകൾ പതിച്ച് രത്നങ്ങൾ പതിച്ച് കുടയാണ്. അതിനകത്ത് പേളുണ്ട്. പിന്നെ ഭഗവാന്റെ കണ്ണ് എങ്ങനെയാണ്, ഭഗവാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആ താമര പോലത്തെ കണ്ണുകൾ, അദ്ദേഹം ഇട്ടിരിക്കുന്ന മാല്യം, അദ്ദേഹത്തിന്റെ കാലെങ്ങനെയാണ്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഉദ്യാനം, ഈ ഓരോ ആഭരണങ്ങൾ, കണ്ണ്, മൂക്ക്, അദ്ദേഹത്തിന്റെ ഈ മാർദലം എങ്ങനെയാണ്, ആ ഒരു പീതവർണ്ണത്തിലെ വസ്ത്രം ധരിക്കുന്നു, ഇതെല്ലാം, ആ ചിരി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ, ഇതെല്ലാം പറയുന്നു. എന്നിട്ടും ആൾക്കാർ എന്താ പറയുന്നത്? ദൈവത്തിന് രൂപമില്ല, അത് അവ്യക്തിയാണ്, അതൊരു പ്രകാശമാണ്, ശക്തിയാണ് എന്ന് ചില ആൾക്കാര് കണക്കാക്കുന്നു. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് രൂപം പറയുന്നുണ്ട്. മായാവാദികൾ പറയുന്നു ഭഗവാൻ കൃഷ്ണൻ എല്ലാം കൊടുക്കുമ്പോ ആ ഒരു ആ ഒരു രൂപം തന്നെ ഇല്ലാതായി പോകുന്നു എന്നാണ് മായാവാദികൾ പറയുന്നത്. അപ്പൊ മായാവാദികൾ പ്രഖ്യാപിക്കുന്നത് എല്ലാം, അതായത് പൂർണ്ണമായ ഒന്നിൽ നിന്ന് മറ്റു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അത് അപൂർണം, അത് ഇല്ലാതായി മാറുന്നു. അതായത് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ കീറി ചെറിയ ചെറിയ പീസ് പേപ്പർ ആക്കുമ്പോൾ ആദ്യമുള്ള പേപ്പർ ഇല്ലാതായി പോകുന്നില്ലേ? അതുപോലെ ഭഗവാൻ ഒരു വ്യക്തി ആയിരുന്നിരിക്കും, പക്ഷെ എല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോ അദ്ദേഹത്തിന്റെ രൂപം ഇല്ലാതായി പോയി എന്ന് പറയുന്നതാണ് മായാവതി. പക്ഷെ അത് തെറ്റാണെന്നാണ് എല്ലായിടത്തും ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം പൂർണ്ണനാണ്. അദ്ദേഹം എവിടെ ഇരുന്നാലും അദ്ദേഹത്തിന് ഒരു മാറ്റവും വരുന്നില്ല, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. ഈ ഒരു പിക്ചറിൽ കാണാമല്ലേ, എല്ലാരെയും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തുണ്ടെങ്കിൽ പോലും നമുക്ക് മഴ കിട്ടുന്നു, നമുക്ക് വെയിൽ കിട്ടുന്നു, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ താമസിക്കുന്നിടത്തും മറ്റു ബ്രഹ്മാണ്ടങ്ങളിലും എല്ലാം കൊടുക്കുന്നു. മറ്റു ദേവന്മാരാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ദേവന്മാരെ എല്ലാരെയും ഭഗവാൻ അവിടെ നിയന്ത്രിക്കുകയാണ്. അദ്ദേഹം അവിടെ ഒരിടത്ത് ചലിക്കാതെ നിൽക്കുന്നുവെങ്കിലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ 2 വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? ചലിക്കുന്നില്ല എങ്കിലും മനസ്സിനേക്കാൾ വേഗത്തിലാണ് അദ്ദേഹം
വേഗമുള്ളതാണ് ഭഗവാൻ. അതുപോലെ ഒരിടത്ത് ചലിക്കാതെ നിന്നാൽ പോലും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പോ ഈ മന്ത്രം വ്യക്തമായിട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? അദ്ദേഹം ഒരു വ്യക്തിയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി ഉപമ പറയാണ്. വിഷ്ണു പുരാണത്തിൽ ഭഗവാന്റെ ശക്തികളെ തീയിൽ നിന്ന് പുറപ്പെടുന്ന ചൂടും വെളിച്ചവുമായി താരതമ്യം ചെയ്യുന്നു. അപ്പൊ ഒരു തീ ഒരിടത്ത് തന്നെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ വെളിച്ചം നമുക്ക് കുറച്ചു ദൂരം വരെ നമുക്ക് അതിന്റെ വെളിച്ചം കിട്ടുകയാണല്ലേ. അതിന്റെ ചൂടും ആ തീ ഉള്ളിടത്ത് മാത്രമല്ല, അതിന്റെ പ്രദേശത്തെല്ലാം നമുക്ക് ആ ഒരു ചൂട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലാണ് ഭഗവാൻ ഒരിടത്ത് നിൽക്കുവാണെങ്കിലും എല്ലായിടത്തും അതിന്റെ ഭഗവാന്റെ ആ നിയന്ത്രണം വ്യാപിച്ചിരിക്കുകയാണ്. ഭഗവാന്റെ ശക്തി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു തീയിൽ നിന്ന് പുറപ്പെടുന്ന ചൂടും വെളിച്ചവുമായി താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ഭഗവാൻ. ഒരിടത്ത് സ്ഥിതി ചെയ്യുന്നെങ്കിലും തീക്ക് അതിന്റെ പ്രകാശവും ചൂടും കുറച്ചു ദൂരത്തേക്ക് വിതരണം ചെയ്യാൻ കഴിയും. അതുപോലെ ദൈവികതയുടെ സമ്പൂർണ്ണ വ്യക്തിത്വം അവന്റെ അതീന്ദ്രിയ വാസസ്ഥലമായ ഗോലോക വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്തിട്ടുണ്ടെങ്കിലും, അപ്പൊ ഭഗവാൻ അവിടെ ഗോലോക വൃന്ദാവനത്തിൽ ഉണ്ടെങ്കിലും ഭഗവാന്റെ വ്യത്യസ്ത ഊർജങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ കഴിയും. എല്ലായിടത്തും ഭഗവാന്റെ ആ ഊർജം വ്യാപിപ്പിക്കുകയാണ്. ഇതാണ് ആ ഒരു തീ അഗ്നിയുമായിട്ടുള്ള ഉപമയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഇവിടെ ഗോലോക വൃന്ദാവനത്തിൽ നിൽക്കുകയാണ്. എന്നാൽ ആ ഭഗവാൻ തന്നെ എന്തൊക്കെയായിട്ടാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്? ബലരാമനാകുന്നു, പിന്നെ ചതുർവ്യൂഹമാകുന്നു. ആ ചതുർവ്യൂഹത്തിൽ നിന്ന് നാരായണൻ വരുന്നു, നാരായണനിൽ നിന്ന് വീണ്ടും അടുത്ത ചതുർവ്യൂഹം വരുന്നു, അവിടുന്ന് സംഘർഷണനിൽ നിന്ന് കാരണോദകശായി വിഷ്ണു, പിന്നെ ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു, അങ്ങനെ എല്ലാമായിട്ട് മാറുകയാണ്. ഓരോ ബ്രഹ്മാണ്ടവും നിയന്ത്രിക്കുകയാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. പക്ഷെ ഭഗവാൻ എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഊർജങ്ങളെ എല്ലായിടത്തും വ്യാപിപ്പിക്കുവാൻ കഴിയും. കൃഷ്ണന്റെ ഊർജം അല്ലെ സാധ്യതകൾ എണ്ണമറ്റവയാണ്. ഓരോ വിഭാഗത്തിലും ദശലക്ഷക്കണക്കിന് സവിശേഷ തലങ്ങളുണ്ട്. എന്നാൽ അവയെ വിഭജിക്കാം. അപ്പൊ ഭഗവാന്റെ ഊർജം 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഊർജം എന്തൊക്കെയാണ്? 3 ഊർജങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഭഗവാന്റെ ശക്തികൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബാഹ്യശക്തി, ആത്മീയ ശക്തി, തടസ്ഥ ശക്തി. ഓക്കെ, തടസ്ഥ ശക്തി. എന്താണ് തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ? തടസ്ഥ ശക്തി ജീവജാലങ്ങളും നമ്മള് ബദ്ധാത്മാക്കള് അതായത് മാർജിനൽ പൊട്ടൻസി എന്ന് പറയും. ഭഗവാന്റെ ആ മാർജിനൽ പൊട്ടൻസിയാണ് തടസ്ഥ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറയുമ്പോൾ ദേവന്മാരും എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള അധികാരമുള്ള ദേവന്മാരും നമ്മളെ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാരും ഭഗവാന്റെ എല്ലാ ജീവജാലങ്ങളും, ഒരു ബ്രഹ്മാണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യര് മാത്രമല്ല, പല പല ജീവജാലം. നമ്മൾ ഭൂമിയിൽ മനുഷ്യരും കുറെ മൃഗങ്ങളും ഇതുണ്ട്. അതുപോലെ സ്വർഗലോകത്തിൽ ദേവന്മാര്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ദാനവന്മാര്, അതിന്റെ ഉപരിയുള്ള കുറെ ആൾക്കാരുണ്ട്. ഈ എല്ലാവരും എന്താണ്? ഭഗവാന്റെ തടസ്ഥ ശക്തിയാണ്. ഓരോ ആത്മാവും ഭഗവാന്റെ, ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ തടസ്ഥ ശക്തിയാണ്. അപ്പൊ അതിൽ ദേവതകളും മനുഷ്യ ജീവികളെയും തടസ്ഥ ശക്തിയിലാണ് പറയുന്നു. ഇനി ഭഗവാന്റെ അടുത്ത ശക്തിയാണ് ആന്തരിക ശക്തി. ആന്തരിക ശക്തി അല്ലെങ്കിൽ ഹ്ലാദിനി ശക്തി, സംവിത് ശക്തി, സന്ധിനി ശക്തി, അന്തരംഗ ശക്തി. ഈ അന്തരംഗ ശക്തി, ആന്തരിക ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ അല്ലല്ല, അത് നമ്മൾ ഇങ്ങനെ ഓർത്താ മതി. ഭഗവാന് 3 ശക്തികളുണ്ട്. ഒന്ന് ഇന്റേണൽ, അതാണ് ആന്തരിക ശക്തി, ഇന്റേണൽ പൊട്ടൻസി. ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആധ്യാത്മിക ലോകമാണ്. ആധ്യാത്മിക ആകാശം, ഗോലോക വൃന്ദാവനം, ഉപരിലോകങ്ങൾ. അത് നമ്മൾ ആ ഗോലോക ചാർട്ടിലുണ്ടല്ലോ. ഗോലോക ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവും. അപ്പൊ ആധ്യാത്മിക ലോകമെല്ലാം, ഗോലോക വൃന്ദാവനവും വൈകുണ്ഠലോകം, അതുപോലെ ആത്മീയ ആകാശം, ഇതെല്ലാം ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ്. ഹ്ലാദിനി ശക്തി എന്ന് പറയും.
തടസ്ഥ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ജീവജാലങ്ങൾ, ദേവന്മാരും മനുഷ്യ ജീവജാലങ്ങളും എല്ലാം തടസ്ഥ ശക്തി. ഇനി ഒരെണ്ണമാണ് എക്സ്റ്റേണൽ പൊട്ടൻസി. എക്സ്റ്റേണൽ എന്ന് പറയുന്ന ബാഹ്യശക്തി, ബഹിരംഗ ശക്തി. ഈ ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിഗുണങ്ങളും അതുപോലെ ഭൗതിക ലോകവുമാണ് ഭഗവാന്റെ ബഹിരംഗ ശക്തി. ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ താമസിക്കുന്ന ഈ ലോകം, ഭൗതിക ലോകം, ജനന മരണമുള്ള ആ ലോകമെല്ലാം 3 ഗുണങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഈ ലോകം, ഇതാണ് ബഹിരംഗ ശക്തി. അപ്പൊ ഭഗവാന്റെ ഊർജം തന്നെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. തടസ്ഥ ശക്തി, ആന്തരിക ശക്തി, ബഹിരംഗ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവജാലങ്ങൾ, മനുഷ്യ ജീവജാലങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ദേവതകൾ, ഇതെല്ലാം തടസ്ഥ ശക്തി. ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലോകം. ആധ്യാത്മിക ലോകം, അവിടുത്തെ ഉപരിലോകം, ഗോലോക വൃന്ദാവനം, അതെല്ലാം ആന്തരിക ശക്തി. ബാഹ്യശക്തി അല്ലെ ബഹിരംഗ ശക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകവും അവിടെ ഭൗതിക ലോകത്തിലുള്ള ത്രിഗുണങ്ങളും എല്ലാമാണ് ഭഗവാന്റെ ഈ എന്താണ് ബഹിരംഗ ശക്തി. ഹരേ കൃഷ്ണ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എവിടാന്ന് മനസ്സിലായോ? ഇതേ എവിടുത്തെ രാധാകൃഷ്ണൻ ആരാണ്? എവിടുത്തെയാണ്? ഏത് ടെമ്പിളിലെയാണ് ഇസ്കോണിന്റെ? മായാപൂർ. മായാപൂർ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാമാധവാണ് മായാപൂരിലെ. അവിടെ എന്നും സന്ധ്യക്ക് ഇതേപോലെ ലൈറ്റ് ഒക്കെ വെക്കും. അപ്പൊ എന്ത് ഭംഗിയാണല്ലേ. അവിടെ സഖിമാരെയും കാണാം. അതുപോലെ നമ്മുടെ പഞ്ചതത്വ, വലിയ പഞ്ചതത്വ ഉള്ളതാണ് മായാപൂരില്. ഹരേ കൃഷ്ണ. ഭഗവാനും അവന്റെ ഊർജവും വ്യത്യസ്തമല്ലെങ്കിലും ഈ ഊർജങ്ങളെ പരമമായി സത്യമായി ആരും തെറ്റിദ്ധരിക്കല്, അല്ലെങ്കിൽ ഭഗവാനെ അവ്യക്തിപരമായി തെറ്റായി കണക്കാക്കരുത്. അപ്പൊ ഭഗവാൻ ഇത്ര ഊർജം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ആ ഊർജമാണ് എല്ലാം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ ഊർജമാണ് പരമമായ സത്യം എന്ന് തെറ്റിദ്ധരിക്കല്. അതുകൊണ്ട് ഭഗവാന്റെ ഈ ഊർജം അത് അപ്പൊ ഭഗവാൻ അവ്യക്തിപരമാണ്, അവ്യക്തിയാണ്, വ്യക്തിത്വമില്ല എന്ന് നമ്മൾ കാണാൻ പാടില്ല. ഭഗവാനിൽ നിന്നുണ്ടായ ഊർജങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഭഗവാന് വ്യക്തിത്വമില്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ മായാവാദികളും അതുപോലെ അവ്യക്തിഗതവാദികളും എന്താണ്? ഊർജമാണ് എല്ലാം, ഏറ്റവും പരമമായ സത്യം ഊർജമാണ്, വെളിച്ചമാണ്, ശക്തിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഈ ഊർജങ്ങൾ ഭഗവാന്റെ ആണെന്ന് പറഞ്ഞ ആ ഊർജം അല്ല എല്ലാം. അപ്പൊ ആ ഊർജമാണ് പരമമായ സത്യമെന്ന് ആരും തെറ്റിദ്ധരിക്കല്, അല്ലെങ്കിൽ ഭഗവാനെ അവ്യക്തിപരമായി തെറ്റായി കണക്കാക്കരുത്. മനസ്സിലാക്കാനുള്ള ശേഷി അനുസരിച്ച് നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പരിമിതമായ ധാരണയ്ക്ക് ഭഗവാൻ വിധേയനല്ല. സ്വന്തം പരിമിതമായ ശക്തിയാൽ ആർക്കും ഭഗവാനെ സമീപിക്കാൻ കഴിയില്ലെന്ന് ഉപനിഷത്തുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പൊ ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് അത് നമ്മൾ എന്താണ്, നമ്മളുടെ തന്നെ ഊഹാപോഹത്തിൽ നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ പരിമിതികൾ ഉള്ളവരാണ്. നമ്മൾ തന്നെ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ കണ്ടു, 4 കുറവുകളുള്ള വ്യക്തികളാണ് ഓരോ ജീവജാലങ്ങളും. ഭഗവാന്റെ ശക്തി തന്നെയാണെങ്കിലും നമ്മൾ 4 കുറവുകളോട് കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ആ കുറവുകൾ കൊണ്ട്, ആ പരിമിതമായ ശക്തി കൊണ്ട് ഭഗവാനെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. ആ ശക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ബുദ്ധി കൂടാനായിട്ട് മരുന്ന് കഴിച്ചത് കൊണ്ടോ, ഓർമ്മശക്തി കൂട്ടാൻ മരുന്ന് കഴിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കില്ല. ഭഗവാനെ എപ്പോഴേ നമുക്ക് കാണാൻ സാധിക്കൂ? നമ്മളുടെ കണ്ണുകളിൽ പ്രേമാഞ്ജനം, ഭഗവാനോടുള്ള അതിയായ പ്രേമം വളർത്തിയെടുത്താൽ മാത്രമേ നമ്മൾ നാമം ജപിച്ച് ഭക്തന്മാരുമായിട്ട് സഹവസിച്ച് ആ ഉത്തമ ഭക്തന്മാര് എങ്ങനെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കി അവർക്ക് സേവനം ചെയ്ത് അങ്ങനെ മാത്രമേ നമുക്ക് ആ ഭഗവാനുള്ള ഭക്തി വളർത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാലും ഭഗവാൻ വിചാരിക്കണം, ഇന്ന ആളിൽ തൃപ്തനായിട്ട് ഭഗവാൻ തന്നെ സ്വയം വന്ന് കാണിച്ചു തന്നാലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അല്ലാതെ ഊഹാപോഹങ്ങൾ വെച്ചിട്ടോ നമ്മളുടെ പരിമിതമായ ധാരണ വെച്ചിട്ടോ ഒന്നും ഭഗവാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളുടെ പരിമിതമായ ശക്തി കൊണ്ട് ഭഗവാനെ സമീപിക്കാൻ കഴിയില്ല എന്ന് ഉപനിഷത്തുകൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായോ? ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ.
ഇതില് ഒരു കിണറ്റില് ഒട്ടക്കെട്ടിലെ തവള. ആ തവള എന്താണ് വിചാരിക്കണത്? സർവം. ഇതെന്ന് പറഞ്ഞാല് ഡോക്ടർ ഫ്രോഗ് എന്നൊരു നമ്മളെ പ്രഭുപാദർ തന്നെ ഇതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണിത്. ഒരു തവള ഈ കിണറ്റില് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. കിണറിന്റെ അപ്പുറം എന്താന്ന് അത് കണ്ടിട്ടേ ഇല്ല, അതിനറിയത്തില്ല. അപ്പോ ഒരു കടലിൽ താമസിച്ചിരുന്ന ഒരു തവള ഈ കിണറ്റിൽ താമസിക്കുന്ന തവളയെ കാണാൻ വരും. അന്നേരം ഈ കിണറ്റിലുള്ള തവള ചോദിക്കുകയാണ്, നിങ്ങളുടെ നീ വസിക്കുന്ന സ്ഥലം എത്രയുണ്ട്? ഈ കിണറിന്റെ എത്രയുണ്ടോ? അതോ ഈ കിണറിന്റെ 2 ടൈംസ് ആണോ വലുത്? അതോ 10 വട്ടം ഈ കിണർ 10 വട്ടം ഈ കിണറിന്റെ വലിപ്പം വന്നാൽ നിങ്ങളുടെ സ്ഥലമാകുമോ? എന്താണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കടലിന്റെ വലിപ്പം എത്രയാണ്, ഒരു കിണറിന്റെ വലിപ്പം എത്രയാണ്? അപ്പൊ ഈ തവളയ്ക്ക് ഈ കിണറിന്റെ വലിപ്പം വെച്ച് അളക്കാനേ അറിയത്തുള്ളൂ. കാരണം അത് പരിമിതമായി ഇരിക്കുകയാണ് അതിൻ്റെത്. അതുപോലാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് കാണുന്ന കാര്യങ്ങൾ വെച്ചേ മനസ്സിലാക്കാൻ നമ്മളുടെ ബുദ്ധി അത്രേ കാണുന്നുള്ളൂ. അതിനപ്പുറമുള്ള ആ കടല് പോലുള്ള ആ ഭഗവാനെ മനസ്സിലാക്കാൻ ഇതിന് സാധിക്കുന്നില്ല. അപ്പൊ അതുപോലാണ് നമ്മളും ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതും വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതിനപ്പുറമുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ എപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ? ഭഗവാൻ സ്വയം വന്ന് നമ്മളെ മനസ്സിലാക്കി തരണം എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് ആ വിശ്വാസം, നമ്മളുടെ വേദങ്ങളിൽ വിശ്വസിക്കുക, ആചാര്യന്മാരെ വിശ്വസിക്കുക. അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാനെ മനസ്സിലാക്കാനും കാണാനും ഏത് രീതിയിലാണ് പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോ ആദ്യം തന്നെ നമ്മൾ നാമം ജപിക്കുക, കൂടുതൽ നാമം ജപിച്ച് ഭഗവാൻ തന്നെ നമുക്ക് ആ ഒരു ഭക്തി ഉയർത്തി തന്ന് നമ്മളുടെ ആ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഉയരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ചില ആൾക്കാര് പറയും, ഈ ഒരു മായ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്? എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ മായയൊക്കെ ഉണ്ടാക്കി തന്നത്? അതുകൊണ്ടല്ലേ എനിക്ക് മനസ്സിലാക്കാത്തത്, ഞാൻ ഇതിൽ അടിമപ്പെട്ടു പോയത്. അതിലും നല്ലത് മായ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഭഗവാനെ നേരിട്ട് മനസ്സിലാക്കാമായിരുന്നല്ലോ. ശരിക്കും മായ എന്ന് പറയുന്നത് നമ്മളുടെ നിർബന്ധം കാരണമാണ് ഭഗവാൻ അത് ഉണ്ടാക്കിയത്. ഭഗവാൻ ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇവിടെ പോയി കിടക്കൂ, നിങ്ങൾ മായയ്ക്ക് അടിമപ്പെടൂ എന്ന് വിട്ടതല്ല. നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്തു, എനിക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കണം, എനിക്ക് ഭഗവാന്റെ കൂടെ നിൽക്കണ്ട. ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആസ്വദിക്കുന്നത്, അതുപോലെ എന്താ എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്? ഭഗവാൻ പലവട്ടം നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോകരുത്, അത് അപകടം പിടിച്ച സ്ഥലമാണ്. ചില കൊച്ചു കുട്ടികൾ കണ്ടിട്ടില്ലേ, അച്ഛൻ കാർ ഓടിക്കുന്നു അതുപോലെ എനിക്കും കാർ ഓടിക്കണം എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പൊ അങ്ങനെ കാർ ഓടിക്കണം നിർബന്ധിച്ചപ്പോ അച്ഛൻ എന്ത് ചെയ്യും? അവസാനം ഒരു കളിപ്പാട്ട കാറ് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത് പരിമിതികൾ ഉള്ളതാണ് ആ കളിപ്പാട്ടത്തിലുള്ള കാറ്. അതുപോലാണ് നമ്മളെ നിർബന്ധിച്ചപ്പോ നമുക്ക് പരിമിതികളുള്ള ഒരു സ്ഥലത്ത് നമ്മളെ ആക്കിയിരിക്കുകയാണ്. അതാണ് ഈ ഭൗതിക ലോകം. അപ്പൊ ഭഗവാൻ പറയും നമ്മളടുത്ത്, നിനക്ക് ഒരിക്കലും എന്നെ മറക്കാൻ സാധിക്കില്ല. അത് സാരമില്ല, എനിക്ക് പോണം, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്കും ഭഗവാൻ എങ്ങനെയാണ് ആസ്വദിക്കുന്നത് അതുപോലെ എനിക്കും ആസ്വദിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ ചില കൊച്ചു കുട്ടികളൊക്കെ വീട്ടില് ഒരു കുഞ്ഞ് കുടുംബത്തിൽ ജനിക്കുമ്പോ എല്ലാരും ആകർഷണം ആ കുട്ടിയിലായിരിക്കും. ആ കുട്ടി എന്ത് ചെയ്യുന്നു, അവൻ കളിക്കുന്നത്, അവന്റെ സംസാരം. അപ്പൊ എല്ലാരും അതിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ കുട്ടിയായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? എല്ലാരും ഗോപികമാരും യശോദാമയും എല്ലാരും ഭഗവാന്റെ പുറകെ ഇങ്ങനെ പോവല്ലേ. അപ്പൊ ആ ഒരു ആസ്വാദനം എനിക്കും വേണമെന്ന് ചിന്തിച്ചത് കൊണ്ടാണ് നമുക്കും ആ കുട്ടിക്കാലം ഭഗവാൻ തന്നത്. ഓക്കെ, നീ ഇവിടെ ജനിച്ചോളൂ. അപ്പൊ എല്ലാരും ആ കുട്ടിയെ ഭഗവാൻ പണ്ട് ആസ്വദിച്ച് അതിന്റെ ഒരു ചെറിയ വേർഷൻ ആയിട്ടാണ് നമ്മളും അതൊക്കെ ആസ്വദിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്, അല്ലാതെ ഭഗവാൻ നമ്മളെ തള്ളി വിട്ടതല്ല. അങ്ങനെ നമ്മൾക്ക് ഭഗവാൻ ഇവിടെ വിട്ടപ്പോൾ, ശരി നിനക്ക് എന്നെ മറന്ന് ജീവിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നീ എങ്കിൽ പൊയ്ക്കോളൂ. പക്ഷെ ഭഗവാൻ കാത്തിരിക്കുകയാണ്, എപ്പോഴാ നമ്മൾ വരിക, എന്നാണ് നീ എൻ്റെ അടുത്ത് വരിക. അപ്പൊ നമ്മൾ ഇവിടെ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോ നമ്മളെ മറവി തരാനായിട്ട് ഭഗവാൻ ക്രിയേറ്റ് ചെയ്തതാണ് മഹാമായ. അതാണ് ഈ ഭൗതിക ലോകത്തിലെ മായാദേവി, മഹാമായ. മഹാമായയ്ക്ക് ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ, നമ്മളെ ഭഗവാന് നിന്ന് മറക്കുക.
ഭഗവാനെ മറന്ന് ഈ ഭൗതികതയിൽപ്പെട്ട് ഇതിൽ തന്നെ അട്രാക്റ്റ് ആയിട്ട് ഇരിക്കുക. അതാണ് മഹാമായയുടെ ഒരു ജോലി എന്ന് പറയുന്നത്. നമ്മളെ ഭഗവാനെ മറക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മായ. അതാണ് മായയിൽ അടിമപ്പെടുന്നു എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയാലും, നമ്മൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ പറയും എപ്പോഴും 24 മണിക്കൂറും ഭഗവാനെ ചിന്തിക്കണം എന്ന് പറയുന്നത്. അത് എങ്ങനെയാ സാധിക്കുക? നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പോൾ, അതായത് ഭഗവത്ഗീതയില് അർജുനന്റെ അടുത്ത് ഭഗവാൻ പറയുന്നു, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധച. നീ എന്നെ ചിന്തിച്ചുകൊണ്ട് യുദ്ധം ചെയ്യും. അതെങ്ങനെയാ 2 കാര്യം ഒരേ സമയത്ത് നടക്കുക? ഭഗവാനെ ചിന്തിക്കണം, യുദ്ധവും ചെയ്യണം. അതെങ്ങനെ രണ്ടിനും സാധിക്കും? അത് എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്? കാരണം നമ്മൾ മഹാമായയുടെ അധീനതയിലാണ്. മഹാമായ നമ്മളെ കൺട്രോൾ ചെയ്യാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഭഗവാനെ ചിന്തിക്കാൻ പറ്റാത്തത്. നമ്മൾ യോഗമായയുടെ അധീനതയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഗോപിമാര്. ഒരു നിമിഷം പോലും ഗോപിമാർക്ക് ഭഗവാനെ മറക്കാൻ സാധിക്കില്ല. ബ്രഹ്മാവിനെ വരെ ഗോപികമാര് ശപിച്ചു. എന്തിനാ ബ്രഹ്മാവേ ഞങ്ങൾക്ക് ഈ കണ്ണ് ഇങ്ങനൊരു കണ്ണ് തന്നത്? കണ്ണിങ്ങനെ അടക്കിയല്ലേ? നമ്മളെപ്പോഴും കണ്ണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടയ്ക്കും. അപ്പൊ ആ ചെറിയ സെക്കൻഡ് പോലും ഇങ്ങനെ കണ്ണടയ്ക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭഗവാനെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയാണ്. അപ്പൊ ബ്രഹ്മാവ് ആയിരക്കണക്കിന് കണ്ണുകൾ ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ എന്തിനാ കണ്ണ് ഉപയോഗിക്കുന്നത്? അപ്സരസുകളൊക്കെ ഡാൻസ് ചെയ്യുന്നതും ഒക്കെ കാണാൻ. എന്നാൽ ഞങ്ങളെ പോലുള്ള ഭഗവാനെ മാത്രം കാണാൻ ചിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു കണ്ണാണോ തന്നിരിക്കുന്നതെന്ന് ബ്രഹ്മാവിനെ എപ്പോഴും ശപിക്കുമായിരുന്നു ഗോപികമാർ. അവർക്ക് ഒരു നിമിഷം എന്ത് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ എന്താണ്? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ലെവലില്, ആ ഒരു ഭക്തിയിൽ, ആ മഹാമായയുടെ നിയന്ത്രണത്തിൽ നിന്ന് യോഗമായയുടെ അടുത്ത് നമുക്ക് ചെല്ലാം. അപ്പൊ നമുക്ക് മരുന്ന് കഴിച്ചൊന്നും നമുക്ക് ഭഗവാനെ ഓർക്കാൻ, ഓർമ്മശക്തി കിട്ടാൻ ഒന്നും പറ്റില്ല. ഭഗവാനെ നമുക്ക് സ്നേഹം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 10ാമത്തെ ഭഗവത്ഗീത 10ാമത്തെ അധ്യായത്തിൽ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എന്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏത് വിധത്തിലും അവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. അപ്പോ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഭഗവാൻ എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനമാണ് ഭഗവാൻ. ഇപ്പൊ ചില ആൾക്കാർ പറയും, ഈ ഭഗവത്ഗീതയില് ഫുള്ള് ഭഗവാൻ സ്വന്തമായിട്ട് അങ്ങ് പുകഴ്ത്തുവാണല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഉള്ള ആൾക്കാരുടെ ഒരു സംസാര രീതി വെച്ച് ഭയങ്കര തള്ളാണല്ലോ എന്ന് പറയും. ആരെങ്കിലും അവരെ കുറിച്ച് കുറച്ച് പൊക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഭയങ്കര തള്ളാണല്ലോ, ഇവര് ഭയങ്കര പുകഴ്ത്തി പറയുകയാണല്ലോ, ഇത് എന്താ അഹങ്കാരമാണോ എന്ന് പറയും. അത് നമ്മള് ഭൗതിക ലോകത്തുള്ളവർ അങ്ങനെയാണ്, നമുക്ക് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെയാണെന്നല്ല. ഭൗതിക ലോകത്ത് നമ്മൾ കണ്ടവരും എല്ലാരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ സ്വന്തം കാര്യം പറയുന്നത് എങ്ങനെയാണ് അതാവുക? കാരണം മറ്റൊരാൾക്ക് ഭഗവാനെ കുറിച്ച് പറയാനുള്ള കഴിവില്ല. ഭഗവാന്റെ ഉൽപ്പത്തി, വിഭൂതികളെ പറ്റി ഈ ശ്ലോകത്തിൽ അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ വിഭൂതികളെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏത് വിധത്തിലും അവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം, എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നത്. ഈ ഭഗവാനിൽ നിന്ന് വന്നവർക്ക് ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ ആർക്കേ ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റൂ? മറ്റുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കാണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്? ഹരേ കൃഷ്ണ. ഭഗവാന് തന്നെ ഭഗവാനെ കുറിച്ച് പറയാൻ പറ്റൂ, മറ്റാർക്കും അറിയത്തില്ല. പിന്നെ എങ്ങനെ അവര് പറയുക? അപ്പോ അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നെ പറഞ്ഞു തരികയാണ്, ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉറവിടം. അപ്പോ അതിന് ഉദാഹരണമായിട്ട് ഒരു അച്ഛൻ കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളുടെ ആണ്, ഈ കമ്പനി നമ്മളുടെ ആണ്, നമ്മളാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്നൊക്കെ പറഞ്ഞു തരുന്നു. അതിനർത്ഥം കള്ളം പറയുകയോ പൊങ്ങച്ചം പറയുകയോ അഹങ്കരിക്കുകയോ ആണോ? അല്ല, ഉള്ള കാര്യം അതിന്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഭഗവാൻ പറഞ്ഞു തരികയാണ്, എല്ലാ ഉത്പത്തിയും വിഭൂതിയും എല്ലാം ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ ആണ് എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ദേവന്മാർക്കോ ഋഷികൾക്കോ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മളെല്ലാം ആരാണ്? ഭഗവാന്റെ അംശമാണ്. ഭഗവാന്റെ ശക്തികളുടെ വ്യക്തിഗത അംശങ്ങളും ശക്തിയും ഭഗവാന്റെ തന്നെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും അവ പരിമിതമാണ്. അംശങ്ങളും ശക്തിയും ഒരിക്കലും മുഴുവൻ തുല്യമല്ല. അതിനാൽ ഭഗവത് ശക്തിയെ ഒരിക്കലും മുഴുവനായും വിലമതിക്കാനാവില്ല. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മളും സച്ചിദാനന്ദമാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ഗുണത്തിൽ നമ്മൾ ഒരുപോലെയാണ്.
ഭഗവാനെ പോലെ സച്ചിദാനന്ദ വിഗ്രഹമാണ് നമ്മൾ ഓരോ ആത്മാവും. പക്ഷേ ഭഗവാൻ വിഭു, നമ്മൾ അണു, അത്രയും ചെറുതാണ്. ക്വാണ്ടിറ്റി വെച്ച്, അളവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെറും കണിക പോലെ ഉള്ളൂ. ഒരു വലിയ സ്വർണത്തിന്റെ, ഈ ഗോൾഡ് മൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്വർണത്തിന്റെ വലിയൊരു മല, അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഗോൾഡ്, രണ്ടും ഗുണത്തിലൊന്നാണ്. പക്ഷേ ആ ഒരു അളവിലോ വലിയ മല എവിടെ കിടക്കുന്നു, അതിലൊരു തരി എവിടെ കിടക്കുന്നു. അതുപോലെയാണ് നമ്മൾ അത്രയ്ക്കും ചെറുതാണ്, അത്രയും ചെറുതാണ് നമ്മൾ. അതുപോലെ വേറൊരു ഉദാഹരണം പറയുന്നത് കടലും, കടലിലെ വെള്ളത്തുള്ളിയും. കടലിന്റെ അതേ ഉപ്പുരസം തന്നെയാണ് കടലിലെ ഒരു തുള്ളി വെള്ളത്തിനും. പക്ഷെ ആ കടലിന്റെ വെള്ളത്തുള്ളി അത് നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല. അത്രയും ചെറുതാണ് നമ്മൾ. അതാണ് ആത്മാവും പരമാത്മാവും. മുഴുവൻ ഭഗവാന്റെ ഓരോ അംശങ്ങളും ശക്തിയും ഭഗവാന്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ചില പ്രത്യേക ഊർജം നൽകിയിരിക്കുന്നു. വ്യക്തിഗത ആത്മാവിന് സ്വന്തമായി മുൻകൈ ഇല്ലെന്ന് ഇതിനർത്ഥമില്ല. ഒരു വ്യക്തി ഈ സംരംഭം അല്ലെങ്കിൽ സജീവ സ്വഭാവം ബുദ്ധി ഉപയോഗിച്ച് ശരിയായി ഉപയോഗിക്കുമ്പോൾ എല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് അവന്റെ യഥാർത്ഥ ബോധം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. എന്നാൽ ജീവജാലങ്ങൾ ഭഗവാന്റെ ഹിതത്തിന് കീഴിലുള്ള തന്റെ പ്രത്യേക പ്രവർത്തനങ്ങൾ മറന്നാൽ അവൻ മായയിലും മിഥ്യയിലുമായി കണക്കാക്കപ്പെടുന്നു. അപ്പോ ഈ ഓരോ അംശങ്ങളും ആയിട്ടുള്ള ഈ അംശങ്ങളായിട്ടുള്ള നമ്മൾക്ക് ഭഗവാന്റെ അതേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഭഗവാൻ, നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മാവ്, ഭഗവാൻ പരമാത്മാവ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒന്ന് പറയാമോ? എന്താണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം? ആത്മാവിന് ലിമിറ്റേഷൻസ് ഉണ്ട്, ധാരാളം പോരായ്മയുണ്ട്. പരമാത്മാവിനെ അങ്ങനെയില്ല. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരിപൂർണനാണ്. ആത്മാവിന്റെ ലിമിറ്റേഷൻ എന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? നമ്മളുടെ ഹൃദയത്തിൽ ആത്മാവും ഉണ്ട്, പരമാത്മാവും ഉണ്ട്. അപ്പൊ എന്താണ് ഒരു വ്യത്യാസം? ആത്മാവ് അക്ഷരമാണ്. കഥാചിത് ന്യായം ഭൂതാം ഭവിതാം വാ ഭൂയഃ. അതെയൊക്കെ അത് കറക്റ്റ് ആണ്. അല്ല, വ്യത്യാസം എന്താണ് ആത്മാവും പരമാത്മാവും? നമ്മളെ ഹൃദയത്തിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്, പക്ഷെ അവര് തമ്മിൽ വ്യത്യാസം എന്താണ്? ആത്മാവിന് തെറ്റുപറ്റാം. ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, ഇന്ദ്രിയങ്ങൾ അധീനതയിലല്ല. ഓക്കെ. ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മാവിന് നമ്മളുടെ ശരീരം മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ പരമാത്മാവിനോ മറ്റെല്ലാ ശരീരങ്ങളെയും, നമ്മളുടെ ശരീരം മാത്രമല്ല മറ്റെല്ലാ ശരീരങ്ങളിലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മൾ സച്ചിദാനന്ദമാണ്, പരമാത്മാവും സച്ചിദാനന്ദമാണ്. പക്ഷെ ആത്മാവ് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാവരുടെ ഹൃദയത്തിലും ആത്മാവും പരമാത്മാവും ഉണ്ട്. പക്ഷെ എന്റെ ഹൃദയത്തിലുള്ള ആത്മാവിന് എന്റെ ശരീരവും എന്റെ ചിന്തകളും മാത്രമേ അറിയത്തുള്ളൂ. മറ്റൊരാളുടെ ചിന്തകളും മറ്റൊരാളുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയാൻ സാധിക്കില്ല. അതാണ് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പൊ മാതാജി, ഒരു സംശയം. ഇപ്പൊ ആത്മാവിന് അങ്ങനെ അതുണ്ടോ? ആത്മാവ് മനുഷ്യനല്ലേ തെറ്റുപറ്റുന്നത്? അതെ, നമ്മൾക്കാണ്, നമ്മളുടെ ആത്മാവിനല്ല. ആത്മാവിന് തെറ്റുക. ആത്മാവ് നമ്മളോടുകൂടെ നമ്മളുടെ ഈ ത്രിഗുണങ്ങളോടുകൂടെ ചേരുന്നതുകൊണ്ടാണ് അതെ, അത് കവർ ചെയ്തിരിക്കുകയാണ്. ആ ഒരു പുതപ്പ് വെച്ച് ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന പോലെ നമ്മളുടെ ഈ മനസ്സ്, മിഥ്യാഹങ്കാരം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അതുപോലെ ഈ ഭൗതിക ശരീരം എല്ലാം ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് ഈ ത്രിഗുണങ്ങളിൽ അടിമപ്പെട്ട്. ആത്മാവ് പരിശുദ്ധമാണ്, അത് സച്ചിദാനന്ദമാണ്. ആത്മാവ് പരിശുദ്ധമാണ്. നമ്മളെ ശരീരവും നമ്മളുടെ ഇന്ദ്രിയങ്ങളും ചിന്തയും നമ്മളെ മനസ്സും ഒക്കെയാണ് നമ്മളിങ്ങനെ വഴിതെറ്റിക്കുന്നത്. എന്താണ് ആത്മാവിനെ അറിയില്ല? ക്ലിയർ ആയില്ലേ? അത് നമ്മുടെ ആത്മാവിന് നമ്മുടെ ശരീരത്തെ കുറിച്ചേ അറിയൂ. ഒരു വ്യക്തിയെ കുറിച്ചേ നമ്മുടെ ആത്മാവിന് അറിയൂ. നമ്മളുടെ ശരീരം, നമ്മളുടെ ചിന്ത മാത്രമേ അറിയൂ. ഇപ്പൊ നമ്മളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുപോലാണ് നമ്മുടെ ആത്മാവിന് ഓരോ ആത്മാവും ഓരോ ഇൻഡിവിജ്വലാണ്, ഓരോ ആൾക്കാരാണ്. അപ്പൊ അവരവർക്ക് അവരവരുടെ കാര്യം അറിയൂ, മറ്റുള്ളവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ പരമാത്മാവിന്
എല്ലാവരുടെ ഹൃദയത്തിലും ഈ പരമാത്മാവ് തന്നെയാണ് ഇരിക്കുന്നത്. ഒരേ പരമാത്മാവാണ്, ഭഗവാൻ തന്നെ അല്ലേ ഇരിക്കുന്നത്. ആ ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും. അപ്പം എന്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുന്നതും മാതാജി ചിന്തിക്കുന്നതും എന്താണെന്നും നമ്മൾ രണ്ടും ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോ ചില ആൾക്കാരുണ്ടല്ലോ, സംസാരിക്കുമ്പോ പുറമെ ഭയങ്കര പോളിഷ് ചെയ്ത് സംസാരിക്കും, ഉള്ളില് ഭയങ്കര അത് നമ്മുടെ പരമാത്മാവിനറിയാം, നമുക്കറിയില്ല. നമ്മുടെ ആത്മാവിനറിയില്ല, പരമാത്മാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ. പിന്നെ വേറൊരു സംശയം, അപ്പൊ മാതാജി നമുക്ക് മറ്റേ 84 ലക്ഷത്തില് മറ്റ് വേറെ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ഓരോന്നാണ് ഈ 84 ലക്ഷം ജീവജാലം. നമ്മൾ ഓരോ ആത്മാവും ഇങ്ങനെ കയറാണ്. ഞാൻ വേറെ, എന്റെ ആത്മാവ് വേറെ, മാതാജിയുടെ ആത്മാവ് വേറെ, ഇവിടെയുള്ള എല്ലാവരുടെയും ഇപ്പോ ഓരോ മൃഗങ്ങളിൽ ഇരിക്കുന്ന ആത്മാവും എല്ലാം വേറെയാണ്. പരമാത്മാവ് മാത്രം ഒന്ന്. ഒന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോ മുഴുവൻ മാതാജി ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ മാതാജി. ബദ്ധാത്മാവും മുക്താത്മാവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയൂ. ബദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് താമസിക്കുന്ന എല്ലാ ആത്മാവും ബദ്ധാത്മാക്കളാണ്, മാക്സിമം മെജോറിറ്റി. കാരണം നമ്മള് ഇതിന്റെ അധീനതയിലാണ്, ത്രിഗുണങ്ങളുടെ അധീനതയിലാണ്, മഹാമായയുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. മുക്താത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താണ്, ഇപ്പോ ഉദാഹരണം എന്ന് പറഞ്ഞാല് ശുകദേവ ഗോസ്വാമി ഒരു മുക്താത്മാവാണ്. ഈ ത്രിഗുണങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. അദ്ദേഹം ജനിച്ചപ്പോ തന്നെ ആ ഒരു ആധ്യാത്മിക രീതിയിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെയുള്ളവരാണ് മുക്താത്മാവ്. ആ ശുദ്ധീകരണം ഒന്നും ചെയ്യണ്ട, ജനിക്കുമ്പോൾ തന്നെ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ജ്ഞാനത്തോടും കൂടി ജനിച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാം ആ ജ്ഞാനം നമുക്കറിയില്ല, ഡോർമൻ സ്റ്റേജിലാണ്. നമുക്കത് ഇതുപോലെ ഭക്തിയുത സേവനം ചെയ്തിട്ട് വേണം നമുക്ക് ആ ജ്ഞാനത്തിനെ നമ്മൾ ഭഗവാന്റെ അംശമാണെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ നമ്മളെല്ലാരും ബദ്ധാത്മാക്കളാണ്. ഈ ബദ്ധാത്മാവിനല്ലേ തെറ്റുപറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത്? ബദ്ധാത്മാവെന്ന് പറഞ്ഞാല് തെറ്റുപറ്റും, മായയ്ക്ക് വശംവദനാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ബദ്ധാത്മാവിനല്ലേ? അതായത് ഈ ആത്മാവ് ഇതില് പെട്ടുകിടക്കുകയാണ്, ഈ അധീനതയിലായി, ഈ ത്രിഗുണങ്ങളുടെ കൺട്രോളിലായി പോയി, അതിങ്ങനെ മറഞ്ഞ് ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് തെറ്റുപറ്റും എന്ന് പറയുന്നത്. അത് മറന്നിരിക്കുകയാണ് നമ്മളുടെ ഈ ആത്മാവ്. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ മാതാജി? ഹരേ കൃഷ്ണ. ഞാൻ അത് ഉദ്ദേശിച്ച തെറ്റുപറ്റും, ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, മായയ്ക്ക് വശംവദമാകും എന്നൊക്കെ പറഞ്ഞത് ചതിക്കാനുള്ള ഒരു താല്പര്യം. അപ്പൊ അതെല്ലാം ഈ ബദ്ധാത്മാവിനെ കുറിച്ച് ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ സർവജ്ഞനും നമ്മള് അല്പജ്ഞനുമാണോ? അതെ. ഭഗവാൻ വിഭു, നമ്മൾ അണു. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു വ്യക്തി ഈ ഒരു ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ഭഗവാനാണ് എല്ലാത്തിന്റെ ഉറവിടം എന്ന് മനസ്സിലാക്കിയാൽ, ഭഗവാന്റെ ശക്തിയാണ് എല്ലാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥ ബോധം നമുക്ക് തിരിച്ചു കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മായയിൽ അധിപപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ ജ്ഞാനം എന്താണ്? യഥാർത്ഥ ജ്ഞാനം കൃഷ്ണന്റെ ശക്തി മോക്ഷത്തിലും ലൗകിക ആഗ്രഹങ്ങൾക്കും ഉപയോഗിക്കാം. അതായത് ഭഗവാന്റെ ശക്തി നമുക്ക് ഭഗവാന്റെ ശക്തി എല്ലാവർക്കും ശക്തി തന്നിരിക്കുകയാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ മോക്ഷത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ജീവിത അഭിലാഷങ്ങൾക്ക് ഉപയോഗിക്കാം. ഉദാഹരണം, അഗ്നിയുടെ ഊർജം ജീവജാലം ശിക്ഷിക്കാനും രക്ഷിക്കാനും ഉപയോഗിക്കും. അതായത് നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് ചൂടാക്കാനും മറ്റേത് തണുപ്പിക്കാനും. സെയിം ഇലക്ട്രിസിറ്റി തന്നെയാണ്, സെയിം കറണ്ട് തന്നെയാണ്, പക്ഷെ ഹീറ്റർ ഓൺ ആക്കാനും നമ്മൾ ഉപയോഗിക്കും, അതുപോലെ AC ഓൺ ആക്കാനും നമ്മൾ ഉപയോഗിക്കും. അതുപോലെയാണ് ഭഗവാന്റെ ശക്തി ഒന്ന് തന്നെ, അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമുക്ക് മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാം. കൃഷ്ണാബോധം സ്വീകരിച്ച ഒരാൾക്ക് ഭഗവാനെ അറിയാൻ കഴിയും. യഥാർത്ഥ അറിവ്
ഭഗവാന്റെ സവിശേഷതകൾ അറിയുക, ഭഗവാന്റെ ശക്തികൾ മനസ്സിലാക്കുക, ഈ ശക്തികൾ അവന്റെ ഇഷ്ടപ്രകാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് കാണാം നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്. ഒന്ന് ഇത് ഹീറ്റർ, അതായത് ഒരു പ്രാണിയെ, ഈ ജീവജാലങ്ങൾ, ഈ ഇൻസെക്റ്റിനെ ഒക്കെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന, അതിനും നമ്മൾ ഈ ഒരു കറണ്ട് വെച്ചിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ കാറ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന ജീവജാലങ്ങളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമുക്ക് ഈ ഒരു ഭഗവാന്റെ ശക്തിയെ ഉപയോഗിക്കാമെന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു ഭഗവാന്റെ ആ ഒരു ആന്തരിക ശക്തി, ആ ആന്തരിക ശക്തി നമുക്ക് മനസ്സിലാക്കിയാൽ അത് കാണാനായിട്ട് നമുക്ക് ജ്ഞാനം കൊണ്ട് ഭക്തിയുത സേവനം ചെയ്ത് നമുക്ക് ഭഗവാനെ ആ ഒരു സ്നേഹം വളർത്താൻ സാധിക്കും. ആ ഒരു ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു പ്രേമം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കൂ. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പൊ ആ ഭഗവാൻ വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ഭഗവാനെ ഇഷ്ടമുണ്ടോ ഇല്ലയോ. നമ്മളെ ഇഷ്ടം എന്ന് പറയുന്നത് പിടിച്ചു പറിക്കുന്നതല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാകണം. ഈ സ്നേഹം ഒരിക്കലും നമ്മളുടെ ഭൗതിക ലോകത്തും അങ്ങനെയാണല്ലോ, സ്നേഹം പിടിച്ചു പറിച്ച് കിട്ടുന്നതല്ല, അത് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ നമുക്കും ഭഗവാനോട് മറ്റു അന്യാഭിലാഷിതാ ശൂന്യം, മറ്റാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു സ്നേഹം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ, അത് വന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷയാവും. ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ സവിശേഷതകൾ, ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാൻ ഇത്രയും 2 കോൺട്രഡിക്ഷൻ ഉള്ള വ്യക്തിയാണ്. നമുക്ക് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനേ സാധിക്കില്ല. ഭഗവാൻ അചിന്തനീയമാണ്, ആ ചിന്തകൾക്ക് അപ്പുറമാണ്. അപ്പൊ ആ അത്രയും അപ്പുറമായിട്ടുള്ള ഭഗവാന്റെ സവിശേഷതകൾ മനസ്സിലാക്കുക, ഭഗവാന്റെ ശക്തികൾ മനസ്സിലാക്കുക. ഈ ശക്തികൾ അവന്റെ ഇഷ്ടപ്രകാരം എങ്ങനെ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ ഈ ശക്തിയെ നമുക്ക് 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാം. നല്ലതിനും പ്രയോഗിക്കാം, ചീത്തതായിട്ടും പ്രയോഗിക്കാം. അപ്പൊ ഈ പറയുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്. ഈ ഭൗതിക ലോകത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഈ ഭൗതിക ലോകങ്ങളെ ലൗകിക ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അത് മോക്ഷത്തിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 2 രീതിയിലും ഉപയോഗിക്കാം. അത് നമ്മളുടെ ചോയ്സ് ആണ്. നമ്മൾക്ക് അതിന്റെ ആ ഒരു ഫ്രീഡം ഭഗവാൻ തന്നിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്താണ്, ഈ ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വെടിഞ്ഞ് ഭഗവാന്റെ ആ ഒരു ധാമത്തിലെത്താൻ, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ ശക്തിയെ നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ശ്ലോകം. അപ്പൊ ഇതിനകത്ത് ഒരു ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ. കൃഷ്ണന്റെ 3 പ്രധാന ശക്തികളുടെ പേരെന്താണ്? ഹരേ കൃഷ്ണ. ബാഹ്യശക്തി, അന്തരംഗശക്തി, തടസ്സശക്തി. ഹരേ കൃഷ്ണ. തടസ്ഥ ശക്തി, അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി. തടസ്ഥ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് തടസ്ഥ ശക്തി? ജീവജാലങ്ങളെ ദേവതകളും നമ്മൾ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരും എല്ലാം തടസ്ഥ ശക്തി. രണ്ടാമത്തെ ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ അന്തരംഗ ശക്തി, ആധ്യാത്മിക ലോകം. ഭഗവാന്റെ ഗോലോക വൃന്ദാവനം, ആധ്യാത്മിക ലോകം, ഉപരിലോകങ്ങൾ, അതെല്ലാം അന്തരംഗ ശക്തി. ഇനി ഭഗവാന്റെ ബാഹ്യശക്തി എന്ന് പറയുന്നത് ബഹിരംഗ ശക്തി, ഭൗതിക ലോകവും ത്രിഗുണങ്ങളുമാണ് ഭഗവാന്റെ ആ ഒരു ബാഹ്യശക്തി. ഇനി മന്ത്രം 4 കൃഷ്ണനെ കുറിച്ച് വ്യക്തമായി എന്താണ് നിർദ്ദേശിക്കുന്നത്? എന്താണ് വ്യക്തമായി നിർദ്ദേശിക്കുന്നത്? ഭഗവാൻ മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ്. ചലിക്കുന്നുണ്ട്, ചലിക്കാതിരിക്കുന്നതും ഉണ്ട്. അതല്ല ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്. ഭഗവാൻ ഇൻഫിനിറ്റ് ആണ്. അതല്ല മാതാജി, അതല്ല വ്യക്തമായി നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ തന്നെ വേണം ഭഗവാനെ ബോധ്യപ്പെടുത്താൻ. ഓക്കെ, അതല്ല, നമ്മള് ഇതിന്റെ ഒരു സ്ലൈഡിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വ്യക്തമായി പറയുന്നു. ഇതാണ് ഈ സ്ലൈഡിൽ കണ്ടോ?
എന്താണ് ഇതിൽ പറയുന്നത്? സമ്പൂർണ്ണ സത്യം ആത്യന്തികമായി സമ്പൂർണ്ണ വ്യക്തിയാണെന്ന് ഈ മന്ത്രം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് ഉത്തരം. സമ്പൂർണ്ണ സത്യമായുള്ള ഭഗവാൻ ആത്യന്തികമായി സമ്പൂർണ്ണ വ്യക്തി, ഒരു വ്യക്തിയാണ് എന്നാണ് ഈ മന്ത്രത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അതാണ് എടുത്തു ചോദിച്ചിരിക്കുന്നത്. വ്യക്തമായി എന്താണ് നിർദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വ്യക്തമായി നിർദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഈശോപനിഷത്ത് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. ഇതാണ് സമ്പൂർണ്ണ സത്യം ആത്യന്തികമായി പൂർണ്ണ വ്യക്തിയാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ചോദ്യം കൂടെ നോക്കാം. എന്താണ് അവസാനത്തെ ചോദ്യം? കൃഷ്ണന്റെ പ്രത്യക്ഷമായ എന്ത് വൈരുദ്ധ്യങ്ങളാണ് മന്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരമാണ് മാതാജിമാര് പറഞ്ഞത്. എന്തായിരുന്നു 2 വൈരുദ്ധ്യങ്ങൾ? ഒരിടത്ത് തന്നെ നിന്നിട്ട് വൈകുണ്ഠ ലോകത്തിരുന്നിട്ട് മനസ്സ് അതിവേഗതയിൽ സഞ്ചരിക്കുന്നു. ഒരിടത്ത് നിന്നിട്ട് തന്നെ എല്ലായിടത്തെയും നിയന്ത്രണം നടത്തുന്നു. ഹരേ കൃഷ്ണ. അതന്നെ, അതാണ് നമ്മൾ ആദ്യത്തെ നിമിഷം നമ്മൾ ഭഗവാൻ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഭഗവാൻ ഭൂലോകധാമിലുമാണ്. അങ്ങനെ ചലിക്കുന്നില്ല, പക്ഷേ മനോവേഗത്തെക്കാൾ വേഗതയുള്ളവനാണ്. ഒരിടത്ത് നിൽക്കുന്നു, ചലിക്കാതെ നിൽക്കുന്നു, പക്ഷെ വായുവും മഴയും നിയന്ത്രിക്കുന്നു, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇതാണ് 2 വൈരുദ്ധ്യങ്ങൾ. അതായത് സ്വധാമത്തിലാണെങ്കിൽ പോലും മനസ്സിനേക്കാൾ വേഗത കൂടിയതാണ്, എല്ലാത്തിനെയും അതിക്രമിക്കാനും കഴിയുന്നു. ദേവന്മാർ പോലും അദ്ദേഹത്തെ എത്താൻ അപ്രാപ്യമാണ്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരിടത്ത് സ്ഥിതനെങ്കിലും കാറ്റിനെയും മഴയെയും ദേവതകളെയും എല്ലാരെയും നിയന്ത്രിക്കുന്നു. ഇതാണ് ആ 2 വൈരുദ്ധ്യങ്ങളാണ് നമ്മളിവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം വളരെ സമ്പൂർണമായ ഒരു വ്യക്തിയാണ് എന്നാണ് ഈ മന്ത്രം നമ്മളെ സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാളെ നമുക്ക് അടുത്ത ഈശോപനിഷത്തിന്റെ അടുത്ത ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ.